സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ സ്പൈഡർമാൻ ബ്രാൻഡിയുടെ പടത്തിന്റെ ട്രെയിലർ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ഒടുക്കം ഇറങ്ങി കഴിഞ്ഞപ്പോൾ മൊത്തം റെക്കോർഡും തൂക്കിയിട്ടാണ് സീൻ വിട്ടേക്കുന്നത്. ഗ്ലോബലി ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ട്രെയിലർ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്പൈഡർമാൻ ബ്രാൻഡിയുടെ ട്രെയിലർ മാറിയിട്ടുള്ളത്. ഹൈപ്പ് ഈസ് റിയൽ ഗൈസ്. അത് ഈ ഒരു ക്യാരക്ടർ മാത്രമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഒരു സ്പൈഡർമാൻ ബേസിലൊരു പടം വരുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ഹൈപ്പിന്റെ ആവശ്യമില്ല. സ്പൈഡർമാൻ ബേസ് ആണ് ആ ഒരു പടം എന്ന് തന്നെയാണ് ആ ഒരു പടത്തിന്റെ ഹൈപ്പ്. ഓക്കെ, ഓൾറെഡി ട്രെയിലർ ബ്രേക്ക് ഡൗൺ എന്നുള്ള പേരിൽ ഈ ഒരു ട്രെയിലറിനെ കേത് മുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. സോ അതിൽ മിസ്സായി പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ. സോ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എന്തായാലും കൂടുതൽ ഡയലോഗ് അടി നിർത്തി കാര്യത്തിലേക്ക് കിടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച്, ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആ ഒരു ഹൗസ് വാമിംഗ് സെറമണിയിൽ പീറ്റർ കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് എം ജെനെ കാണാൻ വരുന്ന ആ ഒരു സീക്വൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് എം ജെനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ എം ജെയുടെ കഴുത്തിൽ ആ ഒരു ബ്ലാക്ക് ഡാലിയ നെക്ലേസ് കാണാനായിട്ട് പറ്റും. ഫാർ ഫ്രം ഹോം പടത്തിൽ പീറ്റർ എം ജെക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ആ ഒരു ബ്ലാക്ക് ഡാലിയ നെക്ലേസ്. ആൻഡ് ആ ഒരു പടത്തിന്റെ എൻഡിങ്ങിലോട്ട് വരുമ്പോൾ തന്നെ ആ ഒരു നെക്ലേസിന്റെ പകുതിയോളം മുത്തുകൾ പോകുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോവേ ഹോമിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി അതിൽ മിസ്സായതായിട്ട് കാണാം. ആൻഡ് ഇപ്പോൾ അറ്റ് ലാസ്റ്റ് ഈ ഒരു ബ്രാൻഡ് ഓടയിലോട്ട് വരുമ്പോൾ ഏതാണ്ട് രണ്ട് മുത്തുകൾ, ഐ മീൻ രണ്ട് പെറ്റൽസ് മാത്രമേ ആ ഒരു ബ്ലാക്ക് ഡാലിയ നെക്ലേസിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുള്ളൂ. സോ ഏതോ ഒരു വിധത്തിൽ ഈ ഒരു നെക്ലേസ് കളയാതെ പുള്ളിക്കാരി പിടിച്ചു വെച്ച് പീറ്റർ പാർക്കറിനെ എന്തായാലും പുള്ളിക്കാരി മറന്നു കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊണ്ട് ഈ ഒരു മാല സൂക്ഷിച്ച് വെച്ചതായിരിക്കാനായിട്ട് എന്തായാലും വഴിയില്ല. പിന്നെ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർ ഫ്രം ഹോമിന്റെ എൻഡിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ഡാലിയ നെക്ലസ് എം ജെക്ക് കൊടുക്കുന്ന സമയത്ത് പീറ്റർ പാർക്കർ ആ ഒരു സ്പൈഡർ കോസ്റ്റ്യൂമിലായിരിക്കും ഉണ്ടായിരിക്കുക. സ്പൈഡർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആരും മറന്നിട്ടില്ലല്ലോ. അതിനുള്ളിലിരിക്കുന്ന പീറ്റർ പാർക്കറിനെയാണ് എല്ലാവരും മറന്നിട്ടുള്ളത്. സോ ഏതോ ഒരു വിധത്തിൽ എം ജെ താൻ ഈ ഒരു സ്പൈഡർമാനായിട്ട് കണക്റ്റഡ് ആണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കണം ആ ഒരു മാല പുള്ളിക്കാരി സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. പീറ്റർ പാർക്കറിനെ വിട്ടേക്ക് ഈ ഒരു സ്പൈഡർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെ നോവേ ഹോം ഫാർ ഫ്രം ഹോം പടത്തിലൊക്കെ എം ജെ നല്ല രീതിക്ക് അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്പൈഡർമാൻ എനിക്ക് നല്ലോണം അറിയാലോ, ബട്ട് അത് ആരാണെന്ന് ഞാൻ മറന്നുപോയല്ലോ എന്നുള്ളൊരു രീതിക്ക് പുള്ളിക്കാരിക്ക് ഒരു ചിന്ത പോയേക്കാം. അതിനെ ശരിവെക്കുന്ന വണ്ണം ആ ഒരു കോൺവെർസേഷൻ സീക്വൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും എം ജെയുടെ പുറകിലായിട്ട് ഈ ഒരു സ്പൈഡർമാൻ കുറെ ഫോട്ടോസും മറ്റൊക്കെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത് കാണാം. സോ പുള്ളിക്കാരി ഇപ്പോഴും ആ ഒരു സ്പൈഡർമാന്റെ റിയൽ ഐഡന്റിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു സെർച്ചിലാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഫാർ ഫ്രം എടുത്തു നോക്കിയാലും അതിലും ഈ ഒരു പീറ്റർ പാർക്കറിന്റെ ഐഡന്റിറ്റിനെ എം ജെ തന്നെ പോയി കണ്ടുപിടിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുണ്ടാവുക. സോ ആ ഒരു രീതിക്ക് തന്നെ ഇവിടെയും എം ജെ വീണ്ടും ആ ഒരു പീറ്റർ പാർക്കർ എന്നുള്ള ഒരു ഐഡന്റിറ്റി പടത്തിൽ കണ്ടുപിടിക്കോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എന്തായാലും കണ്ടു തന്നെ അറിയാം. ആ ഒരു കീ ഓഫ് ദ സിറ്റി ഒക്കെ സ്പൈഡർമാൻ വാങ്ങുന്ന ആ ഒരു സീക്വൻസ് ഒക്കെ ലൈവായിട്ട് നമ്മൾ എം ജെ കാണുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് പോകുന്നുണ്ട്. പുള്ളിക്കാരുടെ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ ഇവനെ എവിടെയോ എനിക്ക് അറിയാലോ, എവിടെയാണെന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻ പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കീ ഓഫ് ദ സിറ്റിയുടെ കേസ് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു കീ ഓഫ് ദ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് സ്പൈഡർമാൻ കിട്ടണമെങ്കിൽ എന്തായാലും മേയർ കിങ് പിൻ അവിടെ ഉണ്ടായിരിക്കാനായിട്ട് ചാൻസ് ഇല്ല. കാരണം അറിയാലോ, വിജിലാൻറ്റീസ് എന്ന പേരും പറഞ്ഞുകൊണ്ട് മുഖംമൂടിയിട്ട് നടക്കുന്ന ഏവരെ കണ്ടാലും തുരത്തി അടിക്കാനാണ് കിങ് പിൻ പറഞ്ഞേക്കുന്നത്. സോ ആ ഒരു ഗതിക്ക് ചിന്തിക്കുവാണെങ്കിൽ ഇത് ഒന്നില്ലെങ്കിൽ പുള്ളിക്കാരൻ മേയർ ആവുന്നതിന് മുമ്പേ നടക്കുന്ന സംഭവം ആയിരിക്കണം. അതും അല്ലെങ്കിൽ പിന്നെ ഓഫ് കോഴ്സ് ചാൻസ് ഉള്ളത് പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലും മേയർ പദവിയിൽ നിന്ന് എല്ലാവരും കൂടെ താഴെ ഇറക്കിയിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം. സോ പുള്ളിക്കാരൻ മേയർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഡെയർ ഡെവിൾ ബോൺ അഗെയിന് ഒരു വലിയ സ്പോയിലർ ആണ്. ഓൾറെഡി ഡെയർ ഡെവിൾ ബോൺ അഗെയിന്റെ ഫസ്റ്റ് സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഡെയർ ഡെവിൾ ഒരു ടീമിനെ തന്നെ, ഒരു ഗ്രൗണ്ട് ലെവൽ ടീമിനെ തന്നെ ഫോം ചെയ്യുന്ന രീതിയിൽ കണ്ടിട്ടുണ്ടാവും. സോ ആ ഒരു ടീം എല്ലാവരും കൂടെ കിങ് പിനെ ഏതെങ്കിലും ഒരു രീതിക്ക് എക്സ്പോസ് ചെയ്ത് അവസാനം പുള്ളിക്കാരൻ മേയർ പദവിയിൽ നിന്ന് ഇറങ്ങിപ്പോയ രീതിക്ക് ആ ഒരു സീക്വൻസ് ആയിരിക്കണം ഡെയർ ഡെവിളിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഡെയർ ഡെവിൾ ബോൺ അഗെയിന്റെ സീസൺ 2 ഇറങ്ങാനായിട്ട് ഇനി അധികം നാളില്ലല്ലോ. സോ അത് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമാവും. മിക്കവാറും കിങ് പിൻ പൊസിഷനിൽ നിന്ന് ഇറങ്ങാനാണ് ചാൻസ്. കാരണം പണിഷറിനെ വരെ എടുത്തു നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പബ്ലിക്കായിട്ട് ഒരു ടാങ്ക് ഒക്കെ എടുത്ത് ചുറ്റുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. കിങ് പിൻ മേയർ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ഒരു പരിപാടി ഒന്നും നടക്കത്തില്ല. സോ അതുകൊണ്ട് എന്തെങ്കിലും ഡെയർ ഡബിൾ ബോണെങ്കിൽ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ടാവും. അതിനുശേഷം ആൻമേയുടെ ഗ്രേവി ചെന്നിട്ട് പൂ വയ്ക്കുന്ന പീറ്റർ പാർക്കറിനെ കാണിക്കുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് വേറെ ആരോ ഇതിന് മുമ്പേ പൂ വെച്ച് പോയതായിട്ട് കാണാം. മിക്കവാറും അത് ആരായിരിക്കാം? ഹാപ്പി ആയിരിക്കും. നോവേ ഹോമിന്റെ എൻഡിങ്ങിലും ഈ ഒരു ആൻമേയുടെ ഗ്രേവി അടി വെച്ചിട്ട് പീറ്റർ പാർക്കറും ഹാപ്പി ഹോഗനെ കണ്ടുമുട്ടുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് പോയിട്ടുണ്ടാവും. ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് 4 വർഷത്തിന് ശേഷം നടക്കുന്ന സീക്വൻസ് ആണ്. ഇപ്പോഴും അത് ഹാപ്പി ഹോഗൻ വെച്ച പൂക്കളാണെങ്കിൽ ട്രൂ ലവ് തന്നെ. അതിനുശേഷം സ്പൈഡർമാൻ ഏതോ ഒരു മിഷൻ്റെ ഉള്ളിലായിരുന്നുകൊണ്ട് പുള്ളിയുടെ ബോഡി മൊത്തം സ്കാൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് പോകുന്നുണ്ട്. ആദ്യം ഇത് പുള്ളിക്ക് ആ ഒരു മ്യൂട്ടേഷൻ പ്രോസസ്സിന് വന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി നേരെ ബ്രൂസ് ബാനറിന്റെ അടുത്ത് ഹെൽപ്പിന് ചോദിച്ചു. ബ്രൂസ് ബാനറിന്റെ ലാബിലുള്ള ഒരു മിഷൻ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ബട്ട് ആ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൽ ഏജന്റ് റമീറസ് എഴുതിയിരിക്കുന്നതായിട്ട് കാണാം. മേ ബി ഇത് ഒരു ട്രെവർ ടിൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ഒരു ഓഫീസിലുള്ള ഒരു മിഷൻ ആയിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓൾറെഡി DODCയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ആളാണ് ഈ ഒരു ട്രെവർ ടിൽമാൻ. ഇപ്പോൾ നമ്മൾ കോമിക്സിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആന്റി മ്യൂട്ടൻ ടാസ്ക് ഫോഴ്സിന്റെ ഒരു ഹെഡ് ആയിട്ടാണ് വരിക. സോ ആന്റി മ്യൂട്ടൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇപ്പോഴേ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാതെ DODCയുടെ ഒരു ഹെഡ് ആയിട്ട് പുള്ളിയെ കൊണ്ടുവന്നിട്ട് പുള്ളി ഈ ഒരു ആരൊക്കെ മ്യൂട്ടന്റ് ആണ് ആരൊക്കെ മ്യൂട്ടന്റ് അല്ല എന്നുള്ള രീതിക്ക് ഒരു മിഷൻ പുള്ളി ഇൻവെന്റ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചേക്കുന്നതായിരിക്കാം അത്. കാര്യം ഇപ്പൊ ആ ഒരു മിഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരു ബ്രഹ്മാണ്ഡ സെറ്റപ്പ് ആണെങ്കിൽ കൂടി ഭാവിയിൽ അത് കുറച്ചുകൂടെ ചിരിങ്ങി ഒരു മിനി വേർഷനിലോട്ടൊക്കെ വരുവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി മ്യൂട്ടൻസ് ആകെ നോക്കിയിട്ടാണ് MCU പോകുന്നത്. സോ ഭാവിയിൽ ആരൊക്കെ മ്യൂട്ടന്റ് ആണ് ആരൊക്കെ മ്യൂട്ടന്റ് അല്ല എന്നുള്ളതൊക്കെ എല്ലാ ഒരു സ്ഥലങ്ങളിലും ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മിഷൻ പോസിബിൾ ആണ്. അതിനുശേഷം ഒരുപാട് പേർക്കുള്ള സംശയമാണ് സ്പൈഡർമാന്റെ കണ്ണ് ബ്ലാക്ക് ആവുന്നത് കണ്ടിട്ട് ഇത് വെനത്തിന്റെ വരവാണെന്നുള്ളൊരു കാര്യം. വെനം വരാൻ
വരാനായിട്ട് 100% ചാൻസ് ഇല്ല. ഇപ്പം തന്നെ പ്ലോട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ കൂടെ ഇനി വെനത്തിനെ കൂടെ കൊണ്ടുവരാനായിട്ട് ഒട്ടും ചാൻസ് ഇല്ല. ഇതും ആ ഒരു മ്യൂട്ടേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് സ്പൈഡർമാൻ്റെ ബോഡിയിൽ വരുന്ന ഒരു ചേഞ്ചിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പ്രാക്ടിക്കലി ഇങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഇതൊരു ഡ്രീം സീക്വൻസ് ആയിരിക്കും, സ്പൈഡർമാൻ്റെ കണ്ണ് അങ്ങനെ ആവുന്ന രീതിയിലുള്ള ഒരു ഡ്രീം സീക്വൻസ് ആവും. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് ഇതിൽ സ്പൈഡർമാൻ 6 കാലൊക്കെ വരുമോ 6 കൈയൊക്കെ വരുമോ എന്നുള്ള കാര്യമാണ്. കാര്യം കോമിക്സിലത് നടന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അത് അതുപോലെ തന്നെ പടത്തി വന്നത് കുറച്ച് വിയേഡ് ആവുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടൺ കുറച്ച് കോമിക് ഫാനാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു ട്രെയിലറിൽ തന്നെ ഒരുപാട് കോമിക് റിലേറ്റഡ് സീക്വൻസുകൾ നമുക്ക് കാണാൻ പറ്റും. സോ ഒരു കോമിക്കിൻ്റെ ഒരു ഫാൻ എന്നുള്ളൊരു നിലയ്ക്ക് അതിന് ഹോമേജ് കൊടുക്കാനായിട്ട് അതും ചിലപ്പോൾ ഒരു ഡ്രീം സീക്വൻസിൽ വന്നേക്കാം. അതിനുശേഷം തോണ്ട ഈ ഒരു സീക്വൻസ് ആണ് സ്പൈഡർമാൻ ഭയങ്കരധികം കൺഫ്യൂസ്ഡ് ആയിട്ട് ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള രീതിക്ക് ചുറ്റും നോക്കുന്ന രീതിയിലാണ് ആ ഒരു സീക്വൻസ് പോകുന്നത്. ചുറ്റും വല ഇങ്ങനെ ആകെ തൂങ്ങി ആടി നിൽക്കുന്ന രീതിയിലും കാണാനായിട്ട് പറ്റും. ആ ഒരു മുറിയുടെ ഒരു ഭൂമിശാസ്ത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അതെന്തായാലും പീറ്റർ പാർക്കറിന്റെ റൂം ആയിരിക്കാനായിട്ട് വഴിയില്ല. കാരണം അവിടെ കുറേ ആധുനിക സെറ്റപ്പുകളൊക്കെ കാണാനായിട്ട് പറ്റും, കുറേ സിസ്റ്റം പരിപാടികളൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ എന്തായാലും ഇത്തരം ഒരു റിച്ച് ലൈഫിലോട്ട് പീറ്റർ പാർക്കർ എന്തായാലും ഈ ഒരു ബ്രോക്ക് അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവില്ല. സോ അത് വേറെ ആരുടെയും മുറിയാണ്, വേറെ ആരുടെയെന്ന് ചിന്തിച്ചിരിക്കുന്ന അതേ സമയത്താണ് ഇതേ ഒരു സെറ്റപ്പിൽ വേറൊരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ഒരു ഹുഡിയൊക്കെ ഇട്ടിട്ട് ഒരു ക്യാരക്ടർ ഇങ്ങനെ 2 കൈ നിവർത്തി നിൽക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇത് നമ്മുടെ സാഡി സിംഗ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ആണെന്നുള്ള സ്ട്രോങ് റൂമേഴ്സ് ആണ് എല്ലായിടത്തും കേൾക്കുന്നത്. ഈ ചാൻസ് ഉണ്ട്, കണ്ടിട്ട് പുള്ളിക്കാരിയാണെന്ന് തന്നെ തോന്നുന്നു. പുള്ളിക്കാരി അവതരിപ്പിക്കുന്ന ഏതൊരു ക്യാരക്ടർ ആണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ. സോ ആ ഒരു സ്പൈഡർമാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അതേ ഒരു സ്ഥലത്ത് തന്നെയാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. ആ ഒരു സിസ്റ്റം പരിപാടികളൊക്കെ അപ്പുറത്തൊക്കെ ആയിട്ട് കാണാനും പറ്റുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഒരു ക്യാരക്ടറിന് മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അങ്ങനെ സ്പൈഡർമാനെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ടായിരിക്കണം ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് വെച്ചേക്കുന്നത്. ആൻഡ് പീറ്റർ പാർക്കർ പിന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള രീതിക്ക് നോക്കുന്നതായിരിക്കും. ഈ ഒരു മൈൻഡ് കൺട്രോളിംഗ് പവറുള്ള തിയറി ഊട്ടി ഉറപ്പിക്കുന്ന വണ്ണം ആ ഒരു പണിഷർ വരുന്ന ആ ഒരു ടാങ്കർ ചേസ് സീക്വൻസ് ഉണ്ടല്ലോ, ആ ഒരു ടാങ്കർ ഓടിക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞ് വേറൊരു സീക്വൻസിൽ നമുക്ക് കാണാനായിട്ട് വരും. ആ ഒരു ടാങ്കറിന്റെ ഉള്ളിൽ ഒരു സിവിലിയനാണ്, ഒരു അമ്മാമയാണ്. അതുകൊണ്ട് തന്നെയാണ് പണിഷറിനെ ഈ ഒരു സീക്വൻസിൽ സ്പൈഡർമാൻ തടയുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടാവുക. കാരണം പണിഷർ ഒറ്റ ബുദ്ധിയാണ്, പുള്ളിക്ക് മുന്നും പിന്നെ നോക്കാനില്ല. ആരെങ്കിലും കുറ്റം ചെയ്തോ കൂടുതൽ ഫ്ലാഷ് ബാക്കും പരിപാടികളൊന്നുമില്ല, വെടിവെച്ചങ്ങ് തൊലച്ച് കളയുന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ ആ ഒരു സിവിലിയനെ ഹേർട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പണിഷറിനെ ബാക്ക് ഓഫ് ചെയ്യാനായിട്ട് സ്പൈഡർമാൻ നോക്കുന്നത്. അതിനുശേഷം ആ ഒരു ടാങ്കർ തുറക്കുന്ന സ്പൈഡർമാൻ കാണുന്നത് ആ ഒരു അമ്മാമ ആരാലും മൈൻഡ് കൺട്രോൾ ചെയ്യപ്പെട്ട് നിൽക്കുന്ന രീതിയിലാണ്. ആൻഡ് അതിനുശേഷം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു സോൾജിയറിലെയും മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു സീക്വൻസ് പോകുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സാഡി സിംഗിന്റെ ക്യാരക്ടർ, ഈ ഒരു കാര്യം ചെയ്യുന്നത് ഈ ഒരു സാഡി സിംഗിന്റെ ക്യാരക്ടർ ആണെങ്കിൽ ആ പുള്ളിക്കാരിക്ക് എന്തായാലും മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടെ ഉണ്ടാവും. ആ ഒരു ഗതിക്ക് ഈ ഒരു ജീൻ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനും അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ട്. സാഡി സിംഗിന്റെ ക്യാരക്ടർ ജീൻ ഗ്രേ ആണെന്നുള്ളൊരു രീതിക്കുള്ള റൂമേഴ്സ് നല്ല രീതിക്ക് തന്നെ ഉണ്ട്. എന്നാൽ പോലും ഇത്രയും യങ് വേർഷൻ ആയിട്ടുള്ള ഒരു ജീൻ ഗ്രേ പ്രസന്റ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യത്തിൽ മറ്റൊരു സൈഡിൽ സംശയമുണ്ട്. സോ അതെന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഈ ഒരു ജീൻ ഗ്രേ തിയറിയിലെ ആളുകൾ കുറച്ചുകൂടി അടിയുറച്ച് നിൽക്കുന്നതിനുള്ള വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാഡി സിംഗിന്റെ ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു. എവിടെയോ ഒരു ഗ്ലാസിനുള്ളിൽ ട്രാപ്പ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോഴൊക്കെ പുള്ളിക്കാരി ഒരു ഗ്രീൻ കളർ ഡ്രസ് ഇട്ടിരിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻ ഗ്രേയുടെ ഒരു മെയിൻ കളറാണ്. സോ ഒരു സൈഡിൽ എന്തായാലും അതിന് ചാൻസ് ഉണ്ട്. മറ്റൊരു സൈഡിൽ ആൾക്കാർ പറയുന്ന വേറൊരു ക്യാരക്ടർ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നമ്മുടെ സൈക്ലോപ്സിന്റെ മകളായിട്ടുള്ള റേച്ചൽ സമ്മേഴ്സിന്റെ ക്യാരക്ടർ ആവാം എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു യങ് വേർഷൻ എന്നുള്ള ഒരു പരിപാടി എന്തായാലും ഇതിന് കറക്റ്റ് ആയിരിക്കും. കാര്യം റേച്ചൽ സമ്മേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനും നല്ല രീതിക്ക് മൈൻഡ് കൺട്രോളിംഗ് പരിപാടികളൊക്കെ വശമുണ്ട്. പിന്നെ നമ്മുടെ സൈക്ലോപ്സ് ആണെങ്കിൽ ആ ഒരു അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലറിന്റെ എൻഡിങ്ങിൽ നല്ല രീതിക്ക് ബ്രേക്കായി ഇമോഷണലായി കരയുന്ന രീതിയിലും കാണിക്കുന്നുണ്ട്. സോ പുള്ളിക്കാരന്റെ മോളെ വെച്ച് എന്തെങ്കിലും ട്രാജഡി സംഭവിച്ചായിരിക്കാം. അതിനുശേഷം ആ ഒരു ഐക്കോണിക് നിഞ്ച ഫൈറ്റ് സീക്വൻസ് അവിടെയാണ് മാർവൽ തന്റെ തനി കുണം കാണിച്ചേക്കുന്നത്. എങ്ങനെയാണോ നോവേ ഹോമിന്റെ ട്രെയിലറിൽ ടോബിയുടെയും ആൻഡ്രൂയുടെയും ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് ടോം ഹോളണ്ട് മാത്രം തന്നെ വില്ലന്മാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന രീതിയിൽ കാണിച്ചേക്കുന്നത്, സെയിം രീതിയിൽ തന്നെ ഇവിടെ ടോം ഹോളണ്ട് മാത്രം ആ ഒരു നിഞ്ച ഗ്രൂപ്പിന് നേരെ ചാടി വരുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അടിയിൽ നല്ലൊരു സ്പേസ് ബാക്കിയുണ്ട്, എന്തായാലും അവിടെ ആരെങ്കിലും ഉണ്ടാവും. ആ ഒരു നിഞ്ച ഗ്രൂപ്പിനെ നേരെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, മുകളിലുള്ള ആൾക്കാർ മാത്രമാണ് ടോം ഹോളണ്ടിനെ എയിം ചെയ്ത് ചാടി വരുന്നത്, അടിയിലുള്ളവർ നേരെ നോക്കിയാണ് വരുന്നത്. സോ അവിടെ ഒന്നില്ലെങ്കിൽ 2 അല്ലെങ്കിൽ ഒരാളെങ്കിലും അവിടെ എന്തായാലും ഉണ്ടാവും. ഹൾക്കാണെന്ന് കുറേ പേര് പറയുന്നുണ്ട്, ബട്ട് ഹൾക്കാവാൻ ചാൻസ് കുറവാണ്. കാരണം ഹൾക്ക് വേഴ്സസ് നിഞ്ച എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തോ അങ്ങ് മാച്ച് ആവുന്നില്ല. മേ ബി അവിടെ പണിഷറും ഡെയർ ഡെവിളും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ തീപ്പൊരു സീക്വൻസ് ആയിരിക്കും ഇത്. ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇതുപോലെ തന്നെ നടക്കണമെന്നില്ല. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സാണ് സ്പൈഡർമാനും ഡെയർ ഡെവിളും. അവർ ഒരുമിച്ച് ഒരു സീക്വൻസിൽ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നതൊക്കെ കാണുക എന്ന് പറയുന്നത് ഡ്രീമാണ്. ഓഫ് കോഴ്സ് നോവേ ഹോമിൽ പീറ്റർ പാർക്കറും മാറ്റ് മർഡോക്കും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ടെങ്കിലും അവരുടെ ഒരു OG ഐഡന്റിറ്റി ആയിട്ടുള്ള സ്പൈഡർമാൻ ഡെയർ ഡെവിൾ എന്നുള്ള ഒരു സൂപ്പർ ഹീറോ ഐഡന്റിറ്റികൾ ഒരുമിക്കുന്ന ഒരു സീക്വൻസ് എന്ന് പറയുന്നത് കിടിലോ ആയിരിക്കും. ആൻഡ് മോറോവർ പണിഷർ, ഡെയർ ഡെവിൾ, സ്പൈഡർമാൻ 3 പേരുടെയും ഫൈറ്റിംഗ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിലാണ്. സോ 3 തരത്തിൽ ആ ഒരു നിഞ്ച ഗ്രൂപ്പിനെ ഈ 3 സൂപ്പർ ഹീറോസ് ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫി തീപ്പൊരിയായിരിക്കും. പോരാത്തതിന് ഫൈറ്റ് പടച്ചു വയ്ക്കാൻ പോകുന്നത് ജാക്കി ചാന്റെ നേതൃത്വത്തിലുള്ള ടീമാണ്. സോ ഒരു പീക്ക് സംഭവം ലോഡിങ് മാർവലിന്റെ ഇന്നേ വരെ കണ്ടിട്ടുള്ളത് വെച്ച് തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റ് സീക്വൻസ് ആയിരിക്കാം ഈ ഒരു രീതിക്ക് വരികയാണെങ്കിൽ നമ്മൾ വിറ്റ്നസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പ്രധാനമായിട്ട് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ. ഓരോ വട്ടം ട്രെയിലർ കാണുമ്പോഴും പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുവാണ്. സോ ഇതിൽ കവിഞ്ഞ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ട്രെയിലർ ഏതൊരു രീതിക്കാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ആയതെന്നതിനെ പറ്റിയിട്ട് മൊത്തത്തിൽ ബ്രാൻഡ് ന്യൂയുടെ ആ ഒരു പടത്തിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ്, ഹൈപ്പ്, പരിപാടികളെ പറ്റിയിട്ട് എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു ഞാൻ നൈസായിരിക്കും.
നൈസ് ആയിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.